ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ ഡെലിക്കസി സാധനം. സോയാ ചങ്ക്സ് ആണ്. ഇവിടെ വന്നവർ എന്തായാലും ഈ ഒരു സാധനം ട്രൈ ചെയ്യാതെ പോരുത്, അടിപൊളി സാധനമാണ്. അപ്പോൾ വെൽക്കം ടു പാർട്ട് 2 ഓഫ് ഊട്ടി വീഡിയോ. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് ലാഭിക്കാൻ വേണ്ടി ചിക്കൻ വാങ്ങിച്ച് കറി വെച്ച് നമ്മൾ കടന്നിട്ടാ. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് നമ്മൾ ഊട്ടി കറങ്ങാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മാഗിയും ചിക്കനും കൂട്ടി കഴിച്ച് 30 രൂപയ്ക്ക് നമ്മൾ ബോട്ട് ഹൗസ് വരെ പോകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ബസ്സിന് 30 രൂപയാണ്, പിന്നെ ഓട്ടോയ്ക്ക് ഒരു 100 രൂപയായി. അങ്ങനെ നമ്മൾ ബോട്ട് ഹൗസ് എത്തി. അപ്പോൾ രാവിലെ ബോട്ട് ഹൗസിൽ കറങ്ങാമെന്ന് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് ചോളം വാങ്ങിച്ചു. ഇതിന് 50 രൂപയാണ് വന്നത്. പിന്നെ ബോട്ടിൽ കയറാൻ പറ്റിയില്ല, കാരണം ബോട്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. 200 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ കയറിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ബോട്ടൊക്കെ കണ്ട് പയ്യെ നമ്മളൊരു കൊക്കക്കോളയൊക്കെ മേടിച്ച് അങ്ങനെ അവിടെ ഇരിക്കണമായിരുന്നേ. പിന്നെ തിരിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ പോയി. അത് ഞാൻ കാണിക്കണില്ല, കാരണം അതും ഇച്ചിരി അധികം എക്സ്പെൻസീവാണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോകാമെന്ന് വെച്ച്. അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡന് സാധാരണ എല്ലാവരും പോണത് മെയിൻ റൂട്ടിൽ കൂടിയാണ്. അപ്പോൾ 100 രൂപയാണ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറാനുള്ള ടിക്കറ്റ്. പക്ഷേ എൻ്റെ അനിയൻ അവിടെ ഉള്ളതുകൊണ്ട് അവനൊരു കുറുക്ക് വഴി അറിയാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറുന്നത്. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ കൂടെയല്ലേ കയറണം. ഇത് ബാക്ക് വഴി ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഊട്ടിയിലുള്ള മിക്കവർക്ക് ഈ വഴി അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ സൈഡിൽ കൂടി കയറി അപ്പുറത്തിൽ കൂടി കറങ്ങി വരുമ്പോൾ ബാക്കിൽ കൂടി നമുക്ക് അകത്ത് കയറാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് കയറുക. അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. ഞങ്ങൾ കയറിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ അകത്ത് വന്നെയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലേസും ഒരു ഫാൻ്റെയും മേടിച്ച്. ആലോവിൻ എഡിഷൻ ഫാൻ്റെ ആയിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറേ ചില്ല് ചെയ്ത് അവസാനം നമ്മൾ ഒരു 5:30-6 മണിയൊക്കെയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചേ. വേണ്ട, നമ്മൾ ഇറങ്ങണ സമയത്ത് ആരും നമ്മളെ ചെക്ക് ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയും ഒരു ബജ്ജിയും കഴിച്ചേ. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങി അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന്. അങ്ങനെ നേരെ നമ്മൾ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂരിൽ നിന്ന് നമ്മളൊരു 2 സെറ്റ് പൊറോട്ട വീതം വാങ്ങിച്ചേ. ആ പൊറോട്ടയുടെ വില കാരണമാണ് അവൻ അങ്ങനെ ഇരിക്കണം. 160 രൂപയായിട്ടാണ് വെറും 4 പൊറോട്ടയ്ക്കും ഒരു ലൈം ജ്യൂസിനും. ഇവിടുത്തെ ഫുഡൊക്കെ ഇച്ചിരി ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി എക്സ്ട്രാ പൈസ കരുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ടിക്കറ്റിന് 85 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഞാൻ ട്രെയിനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളം സൗത്തിലെത്തി. അപ്പോൾ എല്ലാത്തിൻ്റെയും വില ഞാൻ വീഡിയോയിൽ ഫുള്ള് ഓരോന്നിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് സുഖമായിട്ട് ഊട്ടി വന്ന് കണ്ടുപോകാം. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്താൽ മതി. ഫുഡിന് മാത്രം ഇച്ചിരി പൈസ കൂടുതലെന്നുള്ളൂ. ബാക്കി ട്രാവലിംഗ് ഒക്കെ നല്ല ചിലവ് കുറവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.